മുസ്ലിം ലീഗ് രാഷ്ട്രീയം വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്നത് ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ടാണ്. ഓർമ്മയുണ്ടാകും, മൂന്നാം സീറ്റ് ചോദിച്ച് അതിങ്ങനെ വാർത്തയായി വിവാദമായൊക്കെ നിന്ന കാലത്താണ് ഒരു ഓഫറായി കോൺഗ്രസിൽ നിന്ന് രാജ്യസഭാ സീറ്റ് പകരം എന്ന നില വന്നത്. അപ്പോൾ അന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് ആര് പോകും, ആരാകും രാജ്യസഭയിലേക്കുള്ള സ്ഥാനാർത്ഥി എന്നുള്ള ചോദ്യം വന്നിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങ് ഊഹിച്ചു ഉറപ്പിച്ചു അത് യൂത്ത് ലീഗിനാണെന്ന്. ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് മാറി മറിയുന്നു എന്ന നിലയ്ക്ക് വാർത്തകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. അതേക്കുറിച്ചുള്ള വിവരങ്ങളുമായി ഇപ്പോൾ സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. സ്വാലിഹാണ്. ഗുഡ് മോർണിംഗ് സ്വാലിഹ്. കുറേ നാളായി ഇങ്ങനെ കണ്ടിട്ട് അല്ലേ? ഗുഡ് മോർണിംഗ്. പക്ഷേ സ്വാലിഹിനെ മലപ്പുറത്ത് പോയി പലതവണ ഞാൻ കണ്ടിരുന്നു ഇതിനിടയ്ക്ക്, അതുകൊണ്ട് തന്നെ കാണുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഞങ്ങൾക്കിടയിലില്ല. അപ്പോൾ സ്വാലിഹ്, നമുക്ക് ലീഗ് രാഷ്ട്രീയത്തിലേക്ക് വരാം. ഇങ്ങനെ യൂത്ത് ലീഗിന് സീറ്റ് കിട്ടും, ഒരു ചെറുപ്പക്കാരൻ പാർലമെൻറ്റിലേക്ക് പോകും, അങ്ങനെ ചെറുപ്പക്കാരെ പാർലമെൻറ്റിലേക്ക് അയക്കുന്നത് ലീഗിന് പറ്റാത്ത വിധം സ്ഥിരം മുഖങ്ങളാണല്ലോ ലോക്സഭയിലേക്ക് മത്സരരംഗത്തും അല്ലെങ്കിൽ ജയിച്ചാലും ഒക്കെ നമ്മൾ കണ്ടുവരുന്നത്. ഇപ്പോൾ യൂത്ത് ലീഗ് എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് ഇപ്പോൾ അത് മാറുകയാണോ? PMA സലാമിൻ്റെ പേരിനാണോ ലീഗിനുള്ളിൽ കൂടുതൽ പ്രാമുഖ്യം? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും പതിവായി ഒരേ മുഖങ്ങൾ തന്നെ പാർലമെൻറ്റിലേക്കും രാജ്യസഭയിലേക്കുമൊക്കെ പോകുന്നതിൽ പൊതുവിൽ മുസ്ലിം ലീഗ് പാർട്ടിയിൽ തന്നെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഈ മൂന്നാം സീറ്റ് ലഭിക്കും, അധികമായി ഒരു രാജ്യസഭാ സീറ്റ് ലഭിക്കുമെന്ന് ഒരു വിവരം മുസ്ലിം ലീഗിന് ഒരു ഉറപ്പ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയത്. ഈ സീറ്റ് നൽകാമെന്ന് പറഞ്ഞാണ് അന്ന് പാർലമെൻറ്റ് സീറ്റ് ചോദിച്ചെത്തിയ യൂത്ത് ലീഗ് നേതാക്കളെ മുസ്ലിം ലീഗ് നേതാക്കൾ തണുപ്പിച്ചത്. പക്ഷേ ഇപ്പോഴക്കാര്യത്തിൽ വീണ്ടും ചില ഇളക്കങ്ങൾ ഉണ്ടാവുന്നു. അത് വീണ്ടും PMA സലാമിന് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നീക്കത്തിലേക്ക് മുസ്ലിം ലീഗ് ഒരു വിഭാഗം കടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടിക്ക് PMA സലാമിനെ രാജ്യസഭയിലേക്ക് കൂടി അയക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. അങ്ങനെയെങ്കിൽ മറുവിഭാഗം അദ്ദേഹത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് മാറ്റണമെന്ന ഒരാവശ്യം ഉന്നയിക്കും. പക്ഷേ അത് ഒരിക്കലും PK കുഞ്ഞാലിക്കുട്ടിക്ക് സ്വീകാര്യമല്ല. അതിന് കാരണം പകരം മുന്നോട്ട് വയ്ക്കുന്ന പേര് സംസ്ഥാന സെക്രട്ടറിയായ MK മുനീറിൻ്റെ പേരാണ്. അത് അദ്ദേഹത്തിന് സ്വീകാര്യമല്ല. ഈ രണ്ട് പദവിയും രാജ്യസഭയിലേക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദം തുടരുകയും ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നത്. 72 വയസ്സാണ്. അടുത്ത ജൂൺ മാസം വരുന്നതോടെ അദ്ദേഹത്തിന് 72 വയസ്സ് PMA സലാമിന് തികയും. അദ്ദേഹത്തെ പാർലമെൻ്ററി രംഗത്തേക്ക് പരിഗണിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് INL നിന്ന് തിരിച്ച് ഇവിടെ എത്തിയയാളാണ്. സമസ്തയുമായൊക്കെ വലിയ ഏറ്റുമുട്ടൽ നടത്തിയതുകൊണ്ട് ഒരു നിയമസഭയിലേക്കോ മറ്റോ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനുള്ള ഒരു ധൈര്യം മുസ്ലിം ലീഗിനില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പാർലമെൻ്ററി രംഗത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ രാജ്യസഭയിലേക്ക് അയക്കണം എന്ന ഒരു തീരുമാനം PK കുഞ്ഞാലിക്കുട്ടി സാദിഖ് അലി തങ്ങളെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനിടയിൽ യൂത്ത് ലീഗിനാണ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. യൂത്ത് ലീഗ് ഈ സീറ്റ് ആവശ്യപ്പെട്ട് നേരിട്ട് തന്നെ പാണക്കാടെത്തുകയും ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അവർ മുന്നോട്ട് വെച്ച പേരുകൾ ദേശീയ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബുവിൻ്റെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസിൻ്റെയും പേരുകളാണ്. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് ഫിറോസ് ബാബുവിന് ഈ സീറ്റ് നൽകാം എന്ന ഒരു തീരുമാനം വാക്കാൽ ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കാനാണ് മുസ്ലിം ലീഗ് നേതൃത്വം ആലോചിക്കുന്നത്. ഏതായാലും അധികമായി കിട്ടുന്ന ഈ സീറ്റ് വലിയ സംഘടനാ തർക്കങ്ങളിലേക്കും ചേരിതിരിവിലേക്കും മുസ്ലിം ലീഗിനെ കൊണ്ടുപോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ശരത്. ശരി സ്വാലിഹ്, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് യൂത്ത് ലീഗ് നേതാക്കൾ വീണ്ടും നിരാശരാകുമോ എന്നുള്ള പ്രശ്നമുണ്ട്. ഫൈസൽ ബാബുവും ഫിറോസും ഒക്കെ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നതാണ്. അവരുടെയൊക്കെ പേരൊക്കെ വാർത്തകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവർ വീണ്ടും നിരാശരാകാം. PMA സലാം ഇപ്പോഴും പലപ്പോഴും ഈ കഴിഞ്ഞ കുറേ നാളുകളായി ലീഗ് രാഷ്ട്രീയത്തിലൊരു വില്ലൻ വേഷം കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്. കാരണം സമസ്തയുമായുള്ള പോരിൽ നമ്മൾ കണ്ടതാണ്. നേരത്തെ വനിതാ നേതാക്കളെ പിന്നീട് ഇപ്പോൾ അവർ യൂത്ത് ലീഗിലേക്കൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അവരെ പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ തർക്കം ഉണ്ടായിരുന്നതിലൊക്കെ സലാമിൻ്റെ ഒരു നിസ്തുലമായ പങ്കാളിത്തം വാർത്തകളിലുണ്ടായിരുന്നു. പക്ഷേ നേതൃത്വത്തിന് ഒരു തരത്തിലും കൈവിടാനാവാത്ത നിലയിലുള്ളൊരു വലിയ ബന്ധം അത് സലാം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് PMA സലാമിൻ്റെ ഏറ്റവും വലിയ ലീഗ് രാഷ്ട്രീയത്തിലെ നേട്ടമായി കാണേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാവണം ഒരു സീറ്റ് കിട്ടിയാൽ രാജ്യസഭയിലേക്ക് അയച്ചാൽ അത് മാത്രമാണ് അതിൻ്റെ കാരണം എന്ന നിലയിൽ കൂടി കാണാമോ?
തീർച്ചയായും PMA സലാമിന് മുസ്ലിം ലീഗിലുള്ള സ്വാധീനം അദ്ദേഹം ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നു എന്നത് തന്നെയാണ്. PK കുഞ്ഞാലിക്കുട്ടി പക്ഷത്ത് നിൽക്കുകയും അദ്ദേഹത്തിന് വേണ്ടി കരുക്കൾ നീക്കുകയും ചെയ്യുന്ന ഒരു മലപ്പുറത്ത് നിന്ന് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നത് തന്നെയാണ് ഈ പാർട്ടിക്കകത്ത് PMA സലാമിന് ഇപ്പോഴുള്ള സ്വാധീനം. അതോടൊപ്പം തന്നെ മറ്റു ചില പ്രശ്നങ്ങൾ മുസ്ലിം ലീഗിന് പൊതുവിൽ സലാം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ മറ്റ് നേതാക്കൾക്കുണ്ട്. പ്രത്യേകിച്ച് ET മുഹമ്മദ് ബഷീർ, അതുപോലെ MK മുനീർ തുടങ്ങിയ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കൾക്കെല്ലാം സലാം വലിയൊരു ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ സമസ്തയുമായുള്ള ഇടപെടലുകൾ വളരെ രൂക്ഷമായി സമസ്ത നേതാക്കളെ വിമർശിക്കുക. നേരത്തെ ഉമർ ഫൈസി മുക്കമൊക്കെ സലാമിനെ മാറ്റണമെന്ന ഒരു ആവശ്യം പരസ്യമായി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ നാം കണ്ടതാണ്. ഇത്തരത്തിലൊരു തലവേദന ഉണ്ട് എന്ന് പൊതുവിൽ മുസ്ലിം ലീഗിന് അകത്ത് ഒരു അഭിപ്രായമുണ്ട്. പക്ഷേ അതെല്ലാം മറികടക്കുന്നത് PK കുഞ്ഞാലിക്കുട്ടിയുമായുള്ള ഈ ബന്ധം ഉപയോഗപ്പെടുത്തിയാണ്. ഈ തരത്തിൽ രാജ്യസഭയിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നതിൽ മറ്റൊരു കണ്ണുകൂടി PK കുഞ്ഞാലിക്കുട്ടിക്കുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ വീണ്ടും രാജ്യസഭയിലേക്ക് പോകാനും അല്ലെങ്കിൽ മന്ത്രിയാകാനൊക്കെ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഉപയോഗപ്പെടുത്താൻ എളുപ്പം PMA സലാം അവിടെ ഉണ്ടെങ്കിലാണ്. ഇത്തരത്തിലുള്ള ദീർഘ ബുദ്ധിയോടെ തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി കരുക്കൾ നീക്കുന്നത്. അതുതന്നെയാണ് എതിർ വിഭാഗം ഒരായുധമായി ഇക്കാര്യത്തിൽ ഈ സലാമിനെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നൽകുകയാണെങ്കിൽ PMA സലാമിനെ ജനറൽ സെക്രട്ടറി പദത്തിൽ നിന്ന് മാറ്റണമെന്ന ഒരു ആവശ്യം നിലവിൽ മുന്നോട്ട് വെക്കുന്നത്. ശരി, ഏതായാലും ഇത് ലീഗ് രാഷ്ട്രീയത്തിനുള്ളിൽ നേതൃത്വത്തിനിടയിൽ ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് പോകുന്നു, ഏതൊക്കെ തരം ആലോചനകൾ വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സ്വാലിഹ് മലപ്പുറത്തു നിന്നും സൂചിപ്പിച്ചത്. താങ്ക് യു സ്വാലിഹ്.